ഈ മഞ്ഞ പോവാ അല്ലേ? മുമ്പിൽ പോകലടാ. അജി പിന്നെ പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു. ഒരു ടെൻഷനും വേണ്ട, അവര് നമ്മുടെ പാർട്ടിക്കാരാ. ഞാൻ നോക്കിക്കോളാം. അവന്മാര് ചുമ്മാ കാര്യം അറിയാണ്ട് ചെയ്യാം. നിങ്ങൾ തരികയില്ലേ? അപ്പൊ നീ വരുന്നില്ലേ? അല്ലടാ, വണ്ടിയിലേ ചെകുരുടെ ഒരു പടമുണ്ട്. ഇനി അവന്മാരെ രണ്ട് കലിപ്പാണ്ടല്ലോ. എടാ വണ്ടി പുറത്ത് വെച്ചപ്പോ നീ വാ. അനുസർക്ക കയ്യില് ടാറ്റു ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമാക്കണ്ടല്ലോ. ചെഗുവരയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ല്. കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. വിജി സഖാവാണ്, പോളി, ഒരു ടെൻഷനും വേണ്ട. ധൈര്യമായിട്ട് ചെല്ല്, ഞാൻ കൂടെ ഉണ്ട്. ചെല്ല്, ധൈര്യമായിട്ട് പോകും. അവളെ തന്നെയാണ് വിളിക്കുന്നത്. നമസ്തേ. നമസ്കാരം. എന്നാ പറ, ആരാ? രാജേന്ദ്രൻ ചേട്ടന്റെ വീടല്ലേ? രാജേന്ദ്രജി ഇല്ലേ? രാജേന്ദ്രജി പുറത്തേക്ക് പോയല്ലോ, എന്തായിരുന്നു? അല്ല, വരാൻ പറഞ്ഞിട്ടുണ്ട്. വരൂ. അല്ല, ഞങ്ങൾ പുറത്തിരുന്നോളാം, ഇവിടെ ഇരുന്നോളാം. വാടാ, വാ. ബിരുണ, ഞാൻ അവിടെ എത്തി. മുമ്പിലാ കാര്യത്തിന്റെ. ഇല്ല കേരളത്തില്ല. നമ്മളിവിടെ എല്ലാരും ഇല്ല, നീ എന്തിനാ ഒറ്റയ്ക്ക് ടെൻഷൻ എടുക്കുന്നേ? അവൻ എന്റെ അനിയനല്ലേ? വാട്സാപ്പിൽ ഏതല്ല നീ എന്താ കോൾ എടുക്കാത്തെ? മൂത്തമ്മയുടെ ബലിയിടാനച്ച രാവിലെ എഴുന്നേറ്റു, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. സോറി. നീ എന്താ ചെയ്യണ്ടേ? നീ എവിടാ? അജിയുടെ പറ. നീ ആ കുട്ടനെ വിളിച്ചാ? ടിങ്കൻകുട്ടനെ വിളിച്ചിട്ട് അവളുടെ ലൊക്കേഷൻ അറിഞ്ഞു. അയച്ചേട്ടാ, ഒന്ന് അവൻ്റെ അടുത്ത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അയച്ചേട്ടാ, ആ പെണ്ണിട്ടുണ്ട്. ഓക്കെ, കുട്ടാ. ഹലോ കുട്ടാ. എടാ സൈതാണ്. എടാ പള്ളിക്കവലയിലുള്ള സൈത്ത്. എടാ പള്ളിക്കവലയിൽ ഓട്ടോ ഓടിക്കുന്ന നിന്റെ കൂട്ടുകാരെ സൈത്ത്. എന്റെ പൊന്നോ, എടാ തെണ്ട് ടിങ്കൻകുട്ടായത് ചെളിപ്പൊട്ടനാടാ. ചെളിപ്പോട്ടാ. ഇത് ഏത് നമ്പർ? പറയടാ. എടാ ഇവിടെ ആകെ മൊത്തം സീനാണ്. അവരാണോ? ഏയ്, എൻ്റെ വേറൊരു ഫ്രണ്ടാ. അജി ഇതിപ്പോ നാട്ടുകാരൊക്കെ അറിയോ? ആരെയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലോ. അറിയില്ല. എടാ വിജി, അവരവിടെ കൂട്ടുകാരല്ലടാ. പിന്നെ ആരും അറിയില്ലല്ലോ. അയച്ചേട്ടാ, ഞാൻ ടിങ്കൻകുട്ടനെ വിളിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞ്. ഒന്നും പേടിക്കണ്ട, എല്ലാ കാര്യവും നിന്റെ അവളെ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞ് അവൻ ലൊക്കേഷൻ തപ്പി തരാന്ന് പറഞ്ഞു. അത് പോരേക്കാ പോരേ. പെണ്ണേ സംഭവം കുറച്ചുപേരൊക്കെ അറിയും, കുറച്ചൊക്കെ നാറും. കുറച്ചുപേരല്ലേ അറിയും. കാര്യമൊക്കെ എടുക്കണ്ട. ആരെയും അറിയില്ലല്ലോ. ആരും എന്തായാലും അറിയില്ല. എന്നെ വിശ്വസിക്കടാ, ഒരു കുഴപ്പമില്ല. ഇല്ലേക്കാ, ഞാൻ കാവ്യനൊന്ന് വിളിച്ചിട്ട് വരാം. ഇതല്ല, നിനക്കിനി വേറെ ആരെങ്കിലും വിളിക്കാനുണ്ടാ? പോടാ. പാർട്ടിക്കാരല്ലേ? പാർട്ടിക്കാരെന്താ BRS കാര്യാലയത്തില്? ആർമിയും പിള്ളേരും ഉണ്ടല്ലോ. ശരിയാണല്ലോ. കല്യാണ സാരിയോ?
അവന്മാർ രണ്ടും കൽപ്പിച്ചാട്ടോ കൊച്ചവന്മാരുണ്ടല്ലോ ഉറപ്പാ. എടുക്ക് അജി. എടാ ഒന്ന് പുറത്തോട്ട് നോക്കിയടാ. പുറത്തേക്കാ? എല്ലാരും ഉണ്ട്. കല്ലിനു തല്ല് പല്ലിനു പല്ല് എല്ലുകളൂരിക്കൊടികെട്ടും പെണ്ണിനു വേണ്ടി പോരുകൾ പലവിധ ഓളക്കാടൻ കുടിപൂരം തലയിലും വെക്കാതെ താഴത്തും വെക്കാതെ താരാട്ട് വളർത്തിയ കുഞ്ഞെവിടെ കൊണ്ടെത്താടാ തെമ്മാടികളെ കൊച്ചി നല്ലേ നാളു വരും. എന്തൊക്കെയുണ്ടാ പിള്ളേരെ? നമസ്തേ. രാജേന്ദ്രനല്ലേ? രാജേന്ദ്രജി ചായ കുടിക്കാൻ പോയതാ, ഇപ്പൊ വരും. എന്താ? രാജേന്ദ്രൻ വരട്ടെ, ഒരു പ്രശ്നമുണ്ട്. എന്തോ അമ്മര് ഫുൾ നാട് മൊത്തം ഉണ്ടല്ലോ. കല്ലിനു തല്ല് പല്ലിനു പല്ല് എല്ലുകളൂരിക്കൊടികെട്ടും പെണ്ണിനു വേണ്ടി പോരുകൾ പലവിധ ഓളക്കാടൻ കുടിപൂരം തലയിലും വെക്കാതെ താഴത്തും വെക്കാതെ താരാട്ട് വളർത്തിയ കുഞ്ഞെവിടെ കണ്ടെത്താടാ തെമ്മാടികളെ കൊച്ചി നല്ലേ നാളു വരും. എന്ത് പറയാനാ? എന്റെ മോളാ, എന്റെ കൊച്ചടാ പാർട്ടി. എനിക്കറിയത്തില്ല അച്ഛാ. അച്ഛൻ ആരാ അച്ഛൻ? ഞാൻ പിന്നെ എന്താ വിളിക്കണ്ടേ? റാണിയച്ഛൻ, റാണിയച്ഛൻ. നീ ആരാ? പിള്ളേര് കാര്യങ്ങൾ നോക്കിയോളൂ. എടാ നീ കൂടുതലെടുത്ത് കളിക്കാൻ നിൽക്കല്ലേ? നിന്നെ കുറിച്ചൊക്കെ എല്ലാം അറിയണം. റാണി ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്, എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. അറിയാന്ന്. വെള്ളത്തിലിറക്കരുത്. ഞങ്ങൾക്ക് വാവണ്ട മാത്രമല്ല അല്ലാതെ വർത്താനം പറയാം. കൊച്ചാണ് ഞാനൊന്ന് പറയുന്നത് കേക്ക്. പൊന്നു സഖാവെ പറഞ്ഞു കേക്ക്. ഞാനൊരു അധ്യാപകനാ, നമുക്ക് കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ച് തീർക്കാലോ. അധ്യാപകനെ സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കണോ? ഞങ്ങളുടെ കൊച്ചവിടെ. അവനെ അറിയില്ല എന്ന് പറഞ്ഞില്ല എന്റെ പൊന്നു കൂട്ടുകാരാ. കൂട്ടുകാരനല്ല പാർട്ടിക്കാരൻ. എടാ നിന്റെ അനിയനെ എല്ലാം അറിയടാ. ഇന്നലെ രാത്രി എന്റെ ഫോണിൽ നിന്ന് അച്ഛന്റെ ഫോണിൽ നിന്ന് അമ്മയുടെ ഫോണിൽ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ഇവന്റെ നമ്പറിലേക്ക് ഇങ്ങോട്ട് വന്ന കോളല്ലേ? നിന്നെ വിളിക്കുന്നുണ്ട്. ഇതെന്തൊരു കഷ്ടം. എടാ അവിടെ എവിടെ എന്നാ ഒന്ന് അടിക്കണോ? കൂട്ടുകാർ സഖാവല്ലേ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അവൾ എന്നെ ഇന്നലെ വിളിച്ചെന്നുള്ളത് മെസ്സേജ് എന്നുള്ളതും ഒക്കെ സത്യമാ. ഇന്ന് രാവിലെയും കൂടെ മെസ്സേജ് ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെയും കൂടെ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ളത് സത്യമാ. സോറി. പക്ഷെ അത് കഴിഞ്ഞ പിന്നെ അവളെന്നെ വിളിച്ചിട്ടില്ല. ഇന്ന് രാവിലെ പോലെ അവളെന്നെ വിളിച്ചിട്ടില്ല. സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുക. അവളെന്നെ വിളിക്കുന്നില്ല. റെഡി റാണി കൊച്ചി സംസാരിക്കടാ. ഫോൺ എടുക്കാൻ. അവിടെ നമ്മളെല്ലാം വിളിക്കണത് ഇവനാണ്. എല്ലാരും ഒന്നും മിണ്ടാണ്ടിരിക്കും. ഒരു സംസാരിക്കട്ടെ. എടുക്കട്ടെ. എടുത്ത് സംസാരിക്കേ. സ്പീക്കർ ഫോൺ. ഹലോ 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 റാണി. ഹലോ ഹലോ. റാണി മോളെ, നീ ഇത് എവിടെയാ കൊച്ചേ? നീ ഇത് എന്തൊക്കെയാ കാണിച്ചു കൂടുന്നത്? നീ എന്നോട് സംസാരിക്കരുത് വിജീഷേ. നീ എന്നോട് മിണ്ടി ആ സെക്കൻഡ് മോള് കോള് കട്ട് ചെയ്യും. പിന്നെ ആരും എന്നെ കാണില്ല. റാണി മുത്തു മരിക്കാൻ പോവാ. റാണി മുത്തേ, നീ മിണ്ടരുത് വിജീഷേ. എന്താ പറഞ്ഞെന്ന്? ഇപ്പൊ എന്താ പറഞ്ഞെന്ന്? അതല്ലേ പറഞ്ഞ മിണ്ടരുതെന്ന്. 2 കാര്യങ്ങൾ അറിയാനാ ഞാനിപ്പോ വിളിച്ചേ. അതിന് മോൾക്ക് ഉത്തരം കിട്ടിയേ മതിയാവൂ.
ആ ചോദിച്ചോ. വിജീഷ നീ മിണ്ടരുത്. ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം മതി. എന്റെ ഒന്നാമത്തെ ചോദ്യം വിജയ്, നീ എന്റെ ആരായിരുന്നു? പറ. എന്റെ മനസ്സിൽ നീ മുത്തിന്റെ ആരായിരുന്നു? എനിക്ക് അറിയണം വിജീഷേ. ഹലോ, എനിക്ക് ഉത്തരം ഇല്ലല്ലേ? ഞാൻ കോള് കട്ടിയുണ്ടോ? പറ. ഇല്ല, നീ മിണ്ടാവോ മിണ്ടാവോ. ആ ഇപ്പൊ മിണ്ടാ. പറ, നീ എന്റെ ആരാ? നോക്കിറങ്ങിപ്പോയോ വിജീഷേ? അല്ല, ഞാൻ നിന്റെ കാമുകനായിരുന്നല്ലോ. കാമുകൻ അല്ലേ? വിജീഷ നിനക്ക് തെറ്റിയടോ. വിജി, നിനക്കറിയാവോ, നീ എന്റെ ഭർത്താവായിരുന്നു വിജീഷേ. നീ എന്റെ അച്ഛനായിരുന്നു, ബ്രദറായിരുന്നു. എനിക്ക് അത്രയ്ക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. അതറിയാവോ നിനക്ക്? എന്നിട്ട് അവന്റെ ഒരു കാമുകൻ. പൊന്ന് റാണി മോളെ, ഞാൻ എന്ത് ചെയ്തെന്ന് എന്റെ പൊന്നു വെച്ചേ. എടി നീ എവിടെയാ എന്റെ മുത്ത് പൊന്നെ കരളെ? ഒന്ന് പറ, നീ എവിടെയാ? ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ വിജി? നീ എന്നെ ഒന്ന് തിരക്കിയിട്ടുണ്ടോ വിജീഷേ? നിനക്ക് ഞാൻ വെറും കാമുകി അല്ലടാ. നീ വെറും ഫ്രോഡാടാ. മോളെ നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? നീ മിണ്ടരുത് വിജീഷേ, മിണ്ടരുത്. വിജി, ഞാൻ 10 വരെ എണ്ണും. അതിനുള്ളിൽ മുത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്ന കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം. ഞാൻ 10 വരെ എണ്ണും മുമ്പ്, നിന്റെ മോള് എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, നിന്റെ മോള് മരിക്കും മുമ്പ് എനിക്ക് മോൾക്കൊരു ഉമ്മ വേണം വിജീഷേ. ആത്മാർത്ഥമായിട്ടൊരു അന്ത്യചുംബനം. ഉമ്മ മോള് മരിക്കട്ടെ. ഞാൻ എണ്ണുവാണേ വിജീഷേ. 1. എന്നെ പൊന്നു പോലെ നോക്കുന്ന എന്റെ അച്ഛനെ ചേട്ടനെ അമ്മയും വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നേ. ഇറങ്ങി വന്ന എപ്പ ഇറങ്ങി വന്ന്? വിജീഷേ, നീ എവിടെയുള്ള എന്റെ പൊന്നോച്ച? എനിക്കറിയാൻ പാടില്ല. എല്ലാം തീരുവാടാ അല്ലേ വിജീഷേ? എണ്ണുവാടാ. 2. റെനി, ഒരു കാരണവശാലും ഈ കോള് കട്ട് ചെയ്യാൻ സമ്മതിക്കരുത് കേട്ടോ. കോള് കട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടത്തില്ല. നമുക്ക് ലൊക്കേഷൻ ട്രേസ് ചെയ്യാനുള്ള പരിപാടി എന്തെങ്കിലും ഞാൻ നോക്കട്ടെ. 3. റാണി മോളെ, നീ ചുമ്മാ ഓരോന്നും പറഞ്ഞു കുഴപ്പിക്കല്ലേ. നമുക്ക് സംസാരിക്കാലോ. സംസാരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്തല്ലോ. നീ ആദ്യം എവിടെ ഉള്ളതെന്ന് പറ, അറിയാലോ. നീ മിണ്ടരുത്. എനിക്ക് അവസാനമായിട്ട് ഒരു ഉമ്മ മാത്രം മതി. എന്നിട്ട് റാണി മരിച്ചോളാം. കൊച്ചെണ്ണട്ടേടാ. 4. പൊന്നുകൊണ്ട് ഒരു പൂക്കള സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെ വാശിയാണോ നിനക്ക്? ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൈസ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ പറ്റിക്കുന്നല്ലോ അല്ലേ? റാണി, ഇത് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടോ റാണി? റാണിക്ക് വട്ടല്ലേ? നിന്റെ റാണിക്ക് ഭ്രാന്തല്ലേ? ഞാൻ നിന്റെ എല്ലാ സ്വഭാവങ്ങളും സഹിച്ചിട്ടില്ലേടാ? ഉണ്ട്. എല്ലാ തെറിവിളികളും ഞാൻ കേട്ടിട്ടില്ലേ? ഉണ്ട്. ദേഷ്യം വരുമ്പോ നീ എന്റെ അച്ഛനെ വരെ വിളിച്ചിട്ടില്ലേ? പറ. അതുവരെ ഞാൻ സഹിച്ചില്ലേ? ഇല്ലേടാ? അച്ഛനെ ഞാൻ എപ്പോ വിളിച്ച്? നായിന്റെ മോളെന്ന് പറഞ്ഞ പിന്നെ എന്തോടാ പൊട്ടി? ഞാൻ എണ്ണുവാടാ. 6. നമ്മൾ സംസാരിച്ചാൽ ശരിയാവത്തില്ല വിജി. റാണി, നിനക്ക് ആത്മാർത്ഥത ഇല്ല വിജീഷേ. ഞാൻ എണ്ണുവാടാ. 7. നീ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്ന് ആ റൂമിലേക്ക് വരില്ലായിരുന്നു വിജീഷേ. ഒന്നിനും സമ്മതിക്കില്ലായിരുന്നു. എന്റെ അച്ഛനെയും ചേട്ടനെയും പിച്ചുമാമനെയും എന്റെ പൊന്നു പോലെ നോക്കി എല്ലാരും പറ്റിച്ച് ഞാൻ ഇറങ്ങി വന്നത് നിനക്ക് വേണ്ടിയാ. എന്നിട്ടാ നീ എപ്പോ ഇറങ്ങി വന്നത്? നീ എന്തിനാ ഇത് പിന്നെ പറയുന്നേ? വിജി, നീ മിണ്ടരുത്. നീ മിണ്ടിയ സെക്കൻഡ് മോള് കോൾ കട്ടാക്കും. ഞാൻ ഇട്ടിട്ടോ. 8. എത്രയായി? 8. എന്നും എന്റെ ഒരു ഉമ്മ കിട്ടിയാൽ മാത്രം ഉറങ്ങാനുള്ള നിനക്ക് ഇപ്പൊ എനിക്കൊരു ഉമ്മ തരാൻ പാടി അല്ലേടാ? നീ ഫ്രോഡാടാ വിജീഷേ. നീ ഫ്രോഡാടാ വിജി.
ഞാൻ എണ്ണിക്കഴിഞ്ഞ പിന്നെ നീ എന്നെ കാണില്ല, ആരും എന്നെ കാണില്ല. മോൾക്ക് ജീവിച്ച് മതിയായിട്ടുമില്ല. എന്റെ വാശി നടക്കട്ടെ. മോൾ എന്നിട്ടേടാ വിജയ്. 9. റാണി പോവാടാ, മോള് പോവാ. മോൾക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടം ആരെയാന്നറിയോ? എന്റെ അച്ഛനെയാടാ വിജീഷേ. പക്ഷെ അത് നിന്നെ കാണും വരെ. അതിനുശേഷം എനിക്ക് എല്ലാം നീയായിരുന്നു. ഓക്കെ, റെഡി? പറ്റില്ലല്ലോ നിനക്ക്. മോള് മരിക്കാൻ പോവാ. ഇനി ഒരക്കം കൂടി എണ്ണിയ മോൾ ഈ ലോകത്തില്ലടാ. ആ, ശരി, എന്റെ വാശി നടക്കട്ടെ. ഞാൻ എണ്ണാൻ പോവാ. ഞാനിപ്പം 10 എണ്ണും. ഞാൻ മരിക്കുവാ. ഞാനിപ്പോ എണ്ണുവേ. റാണി മുത്തേ പൊന്നെ, നിനക്കൊരു 100 രൂപ ഞാൻ തരാ റാണി. നീ എവിടെയാ? എനിക്ക് നിന്നെ ഒന്ന് കാണണം റാണി. ഉമ്മ ഉമ്മ, നീ എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്ന റാണി? എന്തിനാ ഫോൺ കട്ടായി. കട്ടാക്കി ഒച്ചത്തിൽ പറയാൻ പറ്റണ. ഇവിടെ ശ്വാസം പിടിച്ച് സംസാരിക്കാൻ കുറെ നേരമായി. കട്ടായിരുന്നു. കട്ടായി പോലും. വിളിച്ചു വിളിച്ചു